പട്ടാമ്പി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ വിദ്യാലയങ്ങൾ തമ്മിലുള്ള മത്സരം തുടരുന്നു. മേള മൂന്നാം നാളിൽ വിവിധ വേദികളിലായി മത്സരങ്ങൾ നടന്നു. ബുധനാഴ്ച ജനപ്രിയ ഇനങ്ങളിൽ മത്സരങ്ങൾ അരങ്ങേറും. വന്ദേ ഭാരതം വന്ദേ ഭാരതം. കുട്ടൻ ഉണ്ണിക്കുട്ടൻ വികൃതികൾ കാട്ടി നടക്കുമ്പോൾ കുസൃതിക്കുട്ടൻ ഉണ്ണിക്കുട്ടൻ വികൃതികൾ കാട്ടി നടക്കുമ്പോൾ മുറ്റത്തുള്ളൊരു മാവിൻ കുമ്പിൽ കണ്ടു കാക്കക്കൂടൊന്ന്. മുറ്റത്തുള്ളൊരു മാവിൻ കൊമ്പിൽ കണ്ടു കാക്കക്കൂടൊന്ന്. കല്ലു പെറുക്കിയെടുത്തവനൂക്കിൽ കാക്കക്കൂട്ടിലെറിഞ്ഞപ്പോൾ. കൊപ്പം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന പട്ടാമ്പി ഉപജില്ലാ കലോത്സവം രണ്ടാം നാളിൽ രാത്രി വൈകിയാണ് കലാമത്സരങ്ങൾ അവസാനിച്ചത്. മൂന്നാം നാളിൽ 11 വേദികളിലായി മത്സരങ്ങൾ നടന്നു. ലളിതഗാനം, ദേശഭക്തിഗാനം, സംസ്കൃതോത്സവം, അറബിക് കലോത്സവം, അഭിനയഗാനം, പദ്യം ചൊല്ലൽ, കഥ പറയൽ, കഥകളി സംഗീതം, ശാസ്ത്രീയ സംഗീതം ഉൾപ്പെടെയുള്ള വിഭാഗങ്ങളിലായിരുന്നു മത്സരം. കൂടുതൽ ജനപ്രിയ ഇനങ്ങൾ ബുധനാഴ്ച വേദിയിലെത്തും. കുച്ചിപ്പുടി, മോഹിനിയാട്ടം, കേരള നടനം, ബാൻഡ് മേളം, മാർഗംകളി, തിരുവാതിരക്കളി, നാടൻപാട്ട്, വഞ്ചിപ്പാട്ട്, ചവിട്ടുനാടകം, മോണോ ആക്ട്, കഥാപ്രസംഗം, ഓട്ടംതുള്ളൽ, ചാക്യാർകൂത്ത്, നങ്ങ്യാർകൂത്ത്, സംഘഗാനം ഉൾപ്പെടെയുള്ള ഇനങ്ങളിൽ ബുധനാഴ്ച മത്സരങ്ങൾ നടക്കും. മേള 3 നാൾ പിന്നിടുമ്പോൾ സ്കൂളുകൾ തമ്മിലുള്ള പോരാട്ടം തുടരുകയാണ്. ആതിഥേയരായ കൊപ്പം സ്കൂൾ, നടുവട്ടം സ്കൂൾ, എടപ്പലം സ്കൂൾ, പരുതൂർ സ്കൂൾ, പെരുമൂടിയൂർ ഓറിയന്റൽ സ്കൂൾ എന്നിവ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിൽ മുന്നേറ്റം തുടരുകയാണ്. വ്യാഴാഴ്ച മേളയ്ക്ക് സമാപനമാകും. വെള്ളിയാഴ്ച പ്രീ പ്രൈമറി കലോത്സവവും നടക്കും. പട്ടാമ്പി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം പട്ടാമ്പി AEO KT സുമതി നിർവഹിച്ചു. അധ്യാപകരുടെ സ്വാഗതഗാനത്തോടെയായിരുന്നു ചടങ്ങ് തുടങ്ങിയത്. തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതോടെ ജനപ്രതിനിധികളുടെ അഭാവത്തിലായിരുന്നു പട്ടാമ്പി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം നടന്നത്. പട്ടാമ്പി AEO KT സുമതി മേള ഉദ്ഘാടനം ചെയ്തു. കൊപ്പം ഗവൺമെന്റ് ഹൈസ്കൂൾ PTA പ്രസിഡന്റ് കൃഷ്ണകുമാർ അധ്യക്ഷനായി. ബാലതാരം വസിഷ്ഠ മുഖ്യാതിഥിയായി. പ്രിൻസിപ്പൽ B സുരേഷ് കുമാർ, പ്രധാനാധ്യാപകൻ മുഹമ്മദ് ഇക്ബാൽ, BPC VP മനോജ്, BHSC പ്രിൻസിപ്പൽ T ഷാജി, ഷാജിദ്, ശ്രീലത, റഷീദ B, പ്രദീപ്, കലോത്സവ സംഘാടക സമിതി ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത് സംസാരിച്ചു. നമ്മുടെ കലയും അതുപോലെ തന്നെ സർഗാത്മക കഴിവുകളും മാറ്റിവെക്കുമ്പോൾ അതൊരു ആരോഗ്യകരമായ മത്സരമായി കണ്ടുകൊണ്ട് ഈ 4 ദിവസവും ഇനി നടക്കാൻ പോകുന്ന 4 ദിവസങ്ങളിലും എല്ലാവരും സഹകരിക്കുക എന്നതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എന്ത് തരത്തിലുള്ള പ്രയാസങ്ങൾ വന്നാലും അത് ഉടനെ തന്നെ അത് എല്ലാം നികത്തുന്നതിന് വേണ്ടിയുള്ള ഒരു യൂണിറ്റ് അല്ലെങ്കിൽ ഒരു സംഘടന നമ്മളുടെ ഇവിടെ തന്നെ ഉണ്ട്. അവരോട് പറഞ്ഞ് അത് കഴിയുന്ന വിധത്തിൽ പരിഹരിക്കാനുള്ള പ്രകോപനങ്ങളില്ലാതെ പരിഹരിക്കാനുള്ള മാർഗങ്ങൾ ഇവിടെ കണ്ടെത്തുന്നതായിരിക്കും. അതുപോലെ നമ്മുടെ കുട്ടികളെ അതിന് വേണ്ട സമയത്തിൽ, കാരണം ഓരോ സ്റ്റേജിലും രക്ഷിതാക്കളും അതുപോലെ തന്നെ അധ്യാപകരും സമയത്തിൽ എത്തിച്ചാൽ മാത്രമേ നമുക്ക് പറയുന്ന സമയത്തിൽ എല്ലാ പരിപാടികളും കഴിഞ്ഞ് രാത്രിയോടുകൂടി നമ്മളെ വീട്ടിലേക്ക് മടങ്ങാൻ കഴിയും. ദൂരത്തു നിന്നൊക്കെ വരുന്നവർക്ക് അവരുടെ വീട്ടിലേക്ക് എത്താൻ കഴിയുള്ളൂ. സമയബന്ധിതമായിട്ട് കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നതിന് വേണ്ടി നിങ്ങൾ എല്ലാവരും
അതുപോലെ നമ്മുടെ ഈ പരിപാടി ഏറ്റവും ഭംഗിയാകുന്ന ഒരു വിജയമാക്കി തീർക്കാൻ എല്ലാവരുടെയും സഹായ എനിക്ക് ഈ കലോത്സവങ്ങൾ എന്ന് പറഞ്ഞാൽ നല്ല ഇഷ്ടമാണ്. ഞാനും ഇപ്രാവശ്യം അവിടുത്തെ ഒറ്റപ്പാലം സബ് ജില്ലാ കലോത്സവം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഷൂട്ടൊക്കെ ഉള്ളതുകൊണ്ട് അധികമൊന്നും പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ല. ചാക്യാർകൂത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അതിലെനിക്ക് കിട്ടിയിട്ടുണ്ട്. ജില്ലയിലേക്ക് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കുറേ ആൾക്കാരുണ്ടാവും. കുറേ നല്ല എക്സൈറ്റഡ് ആയിട്ട് എല്ലാവരുടെയും ഐറ്റങ്ങൾ അവതരിപ്പിക്കാനും ഒക്കെ ആയിട്ട് നല്ല രസമാണ്. നല്ലൊരു അടിപൊളി ഓപ്പർച്യൂണിറ്റിയാണ് കലോത്സവം എന്ന് പറയുന്നത്. നമ്മുടെ ക്രിയേറ്റിവിറ്റി വർദ്ധിപ്പിക്കാനും അതുപോലെ നമ്മുടെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാനും ഒരുവിധം ഒരു കുട്ടിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ആർജിച്ചെടുക്കാൻ പറ്റുന്ന ഒരു വേദിയാണ് കലോത്സവം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും നന്നായിട്ട് പങ്കെടുക്കുക. ജയം തോൽവിയിൽ നിന്നല്ല, ഈ എക്സ്പീരിയൻസ് അത് നല്ല എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ളത് തന്നെയാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. ഓരോ വരനും വധുവിനും മനോഹരമായും വ്യത്യസ്തമായും അണിഞ്ഞൊരുങ്ങുവാൻ ഇമ്മാനുവൽ സിൽക്സ് അവതരിപ്പിക്കുന്നു വെഡ്ഡിംഗ് ഫെസ്റ്റ്. ഈ ഷോപ്പിംഗ് മഹോത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇമ്മാനുവൽ സിൽക്സ്.